പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഏപ്രിൽ 8 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. ഞാനെപ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കണം. ഈശോയെ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം ഞാൻ 100 വട്ടം കണ്ട് അനുഭവിച്ച 10,000 മനുഷ്യരിൽ അനുഭവേദ്യമായ സഭയിലുള്ള നിന്റെ സാന്നിധ്യം. കർത്താവെ, ഈ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്നത് കൂടുന്നവരുണ്ട്. സമയം രാവിലെ ഇപ്പോൾ കിട്ടാത്ത കാരണം പിന്നീട് കൂടുന്ന മക്കളുമുണ്ട്. ആരായാലും ശരി കർത്താവെ, അവരെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ദിവസം അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ സമയത്ത് അവരത് ഓർത്ത് കാണത്തില്ലായിരിക്കും. പക്ഷെ അകപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരെ കർത്താവ് ശിക്ഷിക്കരുത്. നീ അവരെ കരുണയോടെ ആദ്യതയോടെ നീ പാതാളങ്ങളിൽ ഇറങ്ങിയ ദിവസമാണ്. ഞങ്ങൾ വിശ്വാസ പ്രമാണത്തിൽ 8 പറയുന്നുണ്ട്. അവൻ മരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ പാതാളങ്ങളിൽ ഇറങ്ങി. അത് ഈശോയെ, മനുഷ്യൻ്റെ അകപ്പെട്ടു പോയ ഇടങ്ങൾ
തോറ്റ് പരീക്ഷയുടെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഇൻ്റർവ്യൂവിന് തോറ്റ് വിസ പ്രോസസ്സിങ്ങിൽ പെട്ടുപോയവരുണ്ട്. അതിൻ്റെ ഒരു പാതാളം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ബിസിനസ്സുകൾ, ഓരോ കച്ചവടങ്ങൾ നഷ്ടം വന്ന് നഷ്ടത്തിൻ്റെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഈശോയെ, രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഓപ്പറേഷൻ ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. പക്ഷേ ഓരോ രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യൻ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ ഓരോരോ പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തീസിസ് വർക്കുകൾ, PhD തീസിസ് വർക്കുകൾ, ചില പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ചില ഗുരുക്കന്മാർ, ഗൈഡുമാർ ശിക്ഷിക്കുന്നവരുണ്ട്. മാനസികമായ പലതരത്തിലുള്ള സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ള പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഇതുപോലെ ഓരോ വിഷയങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തിക ചില കടങ്ങൾ, ചിലയിടത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് അവസാനം നമ്മുടെ കിഡ്നി വരെ വിറ്റാലും തീരാത്ത അവസ്ഥയിൽ പുതിയ പലിശക്കടങ്ങൾ വന്ന് പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈ ദിവസങ്ങളിൽ നീ പുനരുത്ഥാനത്തിൻ്റെ ഭാഗമായി പാതാളത്തിൽ ഇറങ്ങിയ ദിവസമാണ് ഈശോയെ. മനുഷ്യൻ്റെ എല്ലാ പാതാളങ്ങളിലേക്കും, കല്യാണം കെട്ടാതെ വയസ്സായി നരച്ചു പോയി, കുഞ്ഞുങ്ങളില്ലാതെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള മോഹങ്ങളും പോയി, അങ്ങനെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോയെ, നീയാണ് പുനരുത്ഥാനം, നീ മാത്രമാണ് പുനരുത്ഥാനം. ഞങ്ങളുടെ എല്ലാ നഷ്ടപ്പെട്ട പ്രതീക്ഷകളും, അടക്കപ്പെട്ട പ്രതീക്ഷകളെ കർത്താവ് നിൻ്റെ പ്രകാശത്താൽ, തിരുവുത്ഥാന പ്രകാശത്താൽ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം വിഷയത്തെ ദൈവവേദനെ നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ധ്യാനിക്കുന്ന ദിവസങ്ങളാണ്. ധ്യാനിക്കുകയല്ല, സന്തോഷിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന കാലമാണിത്. ഇപ്പം പുനരുദ്ധാനത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അമ്മയോടാണ് പുനരുദ്ധാനത്തെക്കുറിച്ച് ആദ്യമേ പറഞ്ഞത്, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന്. പക്ഷേ എങ്കിലും ഈശോയ്ക്ക് ഒരു കം ഓഫ് ഏജ് ഇല്ലേ? ഈശോയുടെ ഒരു പൗരത്വ സ്വീകരണ കാലം, പൗരത്വ സ്വീകരണം 12 വയസ്സെന്ന് പറഞ്ഞാൽ അവർക്ക് പൗരത്വ സ്വീകരണമാണ്. ആ പൗരനാവും. കർത്താവ് ഒരു പൗരനായി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കൂടെ കർത്താവിന് ഭക്ഷണം കൊടുക്കുന്നുണ്ടായ കുഞ്ഞീശയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വീട്ടിൽ അപ്പനെ സഹായിക്കുന്നുണ്ട്, അമ്മയുടെ കൂടെ കൂടുന്നുണ്ട്, പല പല കാര്യങ്ങളൊക്കെ ഈശോ ചെയ്യുന്നുണ്ടെങ്കിലും അമ്മയുടെ മനസ്സിൽ ഈ പുനരുത്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നുണ്ട്. അവൻ പറയും, ഈശോ മരിച്ച് പിന്നെ പുനരുത്ഥാനം ചെയ്യും എന്നാണല്ലോ അന്ന് എന്നോട് പറഞ്ഞത്. പക്ഷെ ഇവനും അയൽവാസിലെ കുഞ്ഞുങ്ങളുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അമ്മയുടെ പ്രശ്നം അതാണേ, അയൽവാസിൽ ഇതുപോലുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, യഹൂദന്മാരുടെ കുഞ്ഞുങ്ങളെ കാണാൻ നല്ല രസമാണ്, പ്രത്യേകിച്ച് രസമാണ്. അവർ മുടിയൊക്കെ ഇങ്ങനെ വളർത്തി ചുണ്ടാക്കിയിട്ടേക്കണം. ഇപ്പോഴും ചെന്നാൽ അങ്ങനെ കാണാം, എസ്സേര് കാണിച്ച കാണുമ്പോൾ. അപ്പം മറ്റു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കളിക്കണ കാണുമ്പോഴാണ് ഈ അമ്മയ്ക്ക് പിന്നെ ഈ പുനരുത്ഥാനം ഒരു പ്രശ്നമായിരുന്നു പറഞ്ഞത്. ഇവനാണ് മരിച്ച്. അപ്പം മറ്റു കുഞ്ഞുങ്ങളുടെ വ്യത്യാസമില്ലല്ലോ. വിശ്വാസത്തിന് ഭയങ്കര വില കൊടുക്കേണ്ടി വരും. അപ്പം അമ്മ ഇതിനെക്കുറിച്ചുള്ള ആകുലതകളൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് നടക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് പള്ളിയിൽ പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ ആളെ കാണാനില്ല. പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ആളെ കാണാനില്ല. അത് കുറേ നടന്നവർ, ഒരു ജില്ലയുടെ നടപ്പ് നടന്നവർ, അപ്പോഴാണ് തിരിച്ചറിയണത് ആളില്ലല്ലോ എന്ന്, ആളെ കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മളത് ഫൈൻഡിങ്ങിൻ്റെ ടെമ്പിൾ എന്നൊക്കെയാണ് പറയണത്. ദേവാലയത്തിൽ വെച്ച് കണ്ടു കിട്ടിയതിനൊക്കെയാണെന്നത്. കണ്ടു കിട്ടിയല്ലല്ലോ പ്രശ്നം, കൈമോശം വന്നല്ലേ പ്രശ്നം. നമ്മൾ കണ്ടു കിട്ടിയതെന്ന് ധരിക്കുകയല്ലേ ചെയ്യേണ്ടത്. അത് കുഴപ്പമില്ല, ധരിച്ചോ, സഭ ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്? കൈമോശം വന്നേ. കർത്താവിന് കൈമോശം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 12 വയസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ 8ാം ക്ലാസ്സുകാരൊക്കെ ഇല്ലേ, 8ാം ക്ലാസ്സുകാർ എനിക്ക് വിശ്വാസത്തിനകത്ത് ഷെയ്ക്ക് ഉണ്ടായത് 9ാം ക്ലാസ് വെച്ചാൽ. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ട് വന്നതിന് ശേഷം വീട്ടുകാരുടെ അതേ വിശ്വാസത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയതിന് ശേഷം പിന്നീട് 12 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ സ്വന്തമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് അല്ലെങ്കിൽ കുഴപ്പമില്ലേ, നമുക്ക് മുതൽ മുടക്കേണ്ടി വരും, നമുക്ക് സ്വന്തമായിട്ട് മുതൽ മുടക്കേണ്ടി വരും.
നമ്മൾ എടുത്തുകൊണ്ട് പോവുകയും വണ്ടിക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. നടന്ന് പള്ളിയിൽ പോടാന്ന് പറയുമ്പോഴാണ് എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറയണത്. മനസ്സിലായില്ലേ? അത് ഈ പ്രായമാണ്, 8 12 വയസ്സിൻ്റെ പ്രായമാണ്. നടന്ന് പള്ളി നമ്മൾ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സന്ധ്യപ്രാർത്ഥനകൾക്ക് വരാൻ പറയുമ്പോൾ നമ്മൾക്ക് പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ പഠിക്കാൻ പറ്റത്തില്ല, ആ സമയത്ത് ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സിൽ കൂട്ടുകാരന് സയൻസിന് 48 മാർക്ക് കിട്ടി, എനിക്ക് 47 കിട്ടി. അപ്പോൾ അവനെ വെട്ടണമെന്നും പറഞ്ഞ് നമ്മൾ 48 മേടിക്കാൻ വേണ്ടി ഇരുന്ന് പഠിക്കുകയായിരിക്കും. അപ്പോഴാണ് അമ്മ കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നത്. അപ്പോൾ പറയും എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് ശല്യം ഉണ്ടാക്കും. കർത്താവിന് കൈമോശം വേണ്ടത് ഈ 12 വയസ്സിലാണ്. നമ്മുടെ വിശ്വാസം കൈമോശം വേണം. അതുകൊണ്ട് ഈ 12 വയസ്സുകാരൊക്കെ ഭയങ്കര നമ്മൾ അവർക്ക് നല്ല സ്നേഹിച്ചവരെ വിശ്വസിപ്പിച്ച് അവർക്ക് വിശ്വാസം കൈമാറി കൊടുത്ത് വളർത്തണം ശരിക്കും. അപ്പം ഈശോന് അമ്മയ്ക്ക് കൈമോശം വന്നു കഴിഞ്ഞപ്പോൾ അവസാനം നമുക്കറിയാമല്ലോ, കൈമോശം വന്നതിനെക്കുറിച്ച് നമ്മൾ ധരിക്കണില്ലേ, നമ്മൾ കണ്ടു കിട്ടിയതിനെക്കുറിച്ചാണ് ധരിക്കുന്നത്. കൈമോശം വന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം കണ്ടു കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മയാണ് സംസാരിക്കുന്നത്. കാര്യം ഈ വിഷയത്തിൽ ഔസേപ്പിതാവ് ഈസ് നോട്ട് ദാറ്റ് കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. ഔസേപ്പിതാവിനോട് മംഗളവാർത്ത സമയത്ത് സ്വീകരിക്കാനല്ലേ പറഞ്ഞുള്ളൂ. നീ മറിയത്തെ സ്വീകരിക്കണം, അഭ്യാസമൊന്നും കാണിക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ. അവൻ്റെ പേരിൽ സംശയമൊന്നും ഉന്നയിക്കേണ്ട, അത് ലോകത്തിൻ്റെ ആ നടപടിക്രമങ്ങളൊക്കെ മനസ്സിലിരിക്കുകയുള്ളൂ. അപ്പോൾ ഔസേപ്പിതാവ് അത് അഡിഹർ ചെയ്ത് അങ്ങനെ പോകണമെന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഔസേപ്പിതാവിനെക്കുറിച്ച് അത്ര കണ്ട് തിട്ടമില്ല. കാര്യം അമ്മയോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഔസേപ്പിതാവിനോട് പറഞ്ഞിട്ടില്ല. അപ്പം അമ്മയ്ക്കാണ് ഈ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ഡൗട്ടൊക്കെ വരുന്നത് 12ാമത്തെ വയസ്സിൽ. ഈ പിള്ളേരുമായിട്ടൊക്കെ കൊണ്ടുനടന്ന് കളിക്കണമല്ലേ, ഇവരാണ് മരിച്ച് പാവത്തിന് പരിഹാരം ചെയ്യാൻ പോണത്, ഇവരാണ് ഉത്ഥാനം ചെയ്യാൻ പോകണമെന്നൊക്കെ ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും. കാര്യം അതുകൊണ്ടാണ് അമ്മ സംസാരിക്കണത്. അമ്മയാണല്ലോ അവിടെ സംസാരിക്കണത്. ഔസേപ്പിതാവ് സൈലൻ്റ് ആണല്ല, യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കണം. അമ്മയാണ് സംസാരിക്കുന്നത്. അമ്മ എന്താ പറയണത്? ലൂക്കാ 2:48 അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? ഞങ്ങളോട് എന്താ ഇങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അപ്പൊ അമ്മയാണ് അവിടെ അഡ്രസ്സ് ചെയ്യണ ആ വിഷയം. എന്നിട്ട് ഈ അമ്മയോടാണ് ഈശോ സംസാരിക്കണം. പക്ഷെ ഈശോ സംസാരിക്കണത് എന്തിനെക്കുറിച്ചാണ്? പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. അതാണ് ഈശോ അമ്മയോട് സംസാരിക്കുന്ന വിഷയം. നമ്മൾ നല്ല ലെൻസ് വെച്ചൊന്ന് സ്യൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് പുനരുത്ഥാനത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടെന്ന്. അമ്മയ്ക്കാര്യം അമ്മയുടെ ഈ ദിവസങ്ങളിലെ മുഴുവനും മനസ്സിൻ്റെ സംഘർഷങ്ങൾ, മറ്റ് മക്കളെപ്പോലെ കർത്താവ് ഓടിയാണെന്ന് കളിക്കണേ കാണുമ്പോൾ ഇവനാണ് പാപത്തിന് മരിക്കണത്, ഇവനാണ് ഉദ്ധാനം ചെയ്യണത് എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടാകാനുള്ള കാര്യം. ആ ഡൗട്ടിൻ്റെ പോക്കതാണ്, ആ കോഴ്സിൻ്റെ പോക്കതാണ്. പക്ഷേ അമ്മയാണ് അവിടെ താരമായിട്ട് നിൽക്കണത്. എന്താണ്? നീ ഞങ്ങളോട് എന്താണ് ഇങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും കൂടി നീ ഉത്കണ്ഠയോട് നീ അന്വേഷിക്കുകയായിരുന്നു. അപ്പം അമ്മയോട് സംസാരിക്കുമ്പോൾ ഈശോ അമ്മയുടെ സംശയങ്ങളെ കൂടി മറുപടി പറയുകയുണ്ട്. എന്താ കാര്യം? മംഗളവാർത്ത ഓർക്കാൻ പറയുന്നുണ്ട് ഈശോ. ഇപ്പം ഈ സമയത്താണ് പറയണത്, മദർ ജസ്റ്റ് റിമെമ്പർ ദ അനൗൺസിയേഷൻ പോയിന്റ്സ്. മദർ ജസ്റ്റ് റിമെമ്പർ ദ അനൗൺസിയേഷൻ. മംഗളവാർത്തയുടെ വചനങ്ങളെ ഓർക്കാൻ വേണ്ടി ഈശോ ഇപ്പം അമ്മയോട് പറയും. കാര്യം ഈ മംഗളവാർത്ത പ്രസംഗങ്ങളാണല്ല ഇപ്പം വീണ്ടും ഈ പൗരത്വത്തിൻ്റെ കാലത്ത് അമ്മയെ വീണ്ടും ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മയോട് പറയും. എന്താ പറയണത്? ലൂക്കാ 2:49. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ, അതാണ് വിഷയം, ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ചോദിച്ചാൽ മംഗളവാർത്തയിൽ ഇതിനെക്കുറിച്ച് റെഫറൻസ് ഉണ്ടല്ലോ. അവൻ്റെ രാജ്യത്തിന്, പിതാവിൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്ത രാജ്യമാണത്. ആ അവസാനമില്ലാത്ത രാജ്യത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വ്യാപൃതനാകേണ്ട ആളാണ് ഞാൻ. എന്നുവെച്ചാൽ പുനരുത്ഥാന വിഷയത്തിൽ വ്യാപൃതനാകേണ്ട ആളാണ് ഞാനെന്ന് കൂടി അതിന് അർത്ഥമുണ്ട്. കാരണം പിതാവിൻ്റെ രാജ്യത്തിന് അവസാനമില്ലല്ലോ, പുനരുത്ഥാനം ചെയ്ത ഈശോയ്ക്ക് അവസാനമില്ല. അപ്പം പുനരുത്ഥാനത്തെക്കുറിച്ച് അമ്മയ്ക്ക് ചെറിയൊരു ഡൗട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അമ്മയ്ക്കൊരു ആ സബ്ജക്റ്റ് റെഫറൻസിലേക്ക് വരുമ്പോൾ ഈശോ
പുനരുത്ഥാനം വെച്ചിട്ട് ചോദിക്കുന്നതാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപൃതനാകേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്ന് വെച്ചാൽ അത് അറിയാവുന്നതാണ് ഈശോ മനസ്സിലാക്കിയിരിക്കുന്നത്. മംഗളവാർത്തയിൽ ആ പോയിൻ്റ് ഉണ്ട്, അവൻ രാജ്യത്തിന് അവസാനം ഉണ്ടാവത്തില്ലെന്ന്. അത് അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ ഓർക്കണമെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ കളി കാര്യമായി മാറുകയാണ് ഇപ്പം. അപ്പോൾ അമ്മ ഡൗട്ട് ചെയ്തവരൊന്നും പ്രശ്നമില്ല, ഇതേ രീതിയിൽ തന്നെ പോകാൻ തുടങ്ങാൻ. ആ രക്ഷയിലേക്കുള്ള യാത്ര, രക്ഷാദൗത്യത്തിലേക്കുള്ള യാത്ര ഇപ്പം തന്നെ യേശു കുരിശെടുത്ത് തൊല വെച്ച അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അമ്മ അപ്പം മനസ്സിൽ വിചാരിക്കും, ഓ കുരിശെടുത്ത് തൊല വെച്ചല്ല, കുരിശിൻ്റെ നിഴലിൻ്റെ മകൻ്റെ മുതുകത്ത് തൊല വീണല്ല എന്ന് അമ്മ അങ്ങനെ ഓർക്കും. എന്നിട്ട് മറിയം വീട്ടിൽ പോയിട്ട് പിന്നെ ഔസേപ്പിതാവല്ലേ ചിന്തിക്കണത്, മറിയമാണ് പിന്നെയും ചിന്തിക്കണത്. എന്താണ്? ലുക്ക 2:51. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇക്കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് കാര്യമാണ്? പിതാവിൻ്റെ കാര്യമാണ്. ഇക്കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണത്? പിതാവിൻ്റെ കാര്യത്തെക്കുറിച്ച്, ഹൃദയത്തിൽ പുനരുദ്ധാനത്തെക്കുറിച്ചാണ്. അതായത് ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും തിരുവുത്ഥാനത്തെക്കുറിച്ചാണ് അമ്മ ഇപ്പം ഹൃദയത്തിൽ സംഗ്രഹിക്കണത്. ഇതുകൊണ്ടാണ് അമ്മ സൈലൻ്റ് പാർട്ട്ണറായി പോണത് പുനരുദ്ധാനത്തിൻ്റെ കാര്യം. അമ്മ ഇത് ഈശോയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ തന്നെ ഇതിൻ്റെ മുഴുവനും ടീച്ചിങ് നോട്ട് അമ്മയ്ക്ക് കൊടുത്തതാണ്. ഈ പ്രമാണത്തിൻ്റെ നക്കലെല്ലാം അമ്മയുടെ കയ്യിലുള്ളതാണ്, നേരത്തെ ഉള്ളതാണ്. മേരി മാഡിലൊക്കെ ഇപ്പോഴാണ് ആ പ്രമാണം വായിക്കണത്. അതാണ് ആ ഓട്ടോപിടുത്തം വന്നത്. അമ്മ ഈ പുസ്തകം, ഈ സിലബസ് നേരത്തെ വായിച്ചു വെച്ചിരിക്കുന്നത് ഈശോ അമ്മയെ പഠിപ്പിച്ചതുമാണ്. അതുകൊണ്ട് പുനരുത്ഥാനത്തിൻ്റെ സമയത്ത് അമ്മയ്ക്ക് യാതൊരുവിധ ഇമോഷണലായിട്ടുള്ള യാതൊരുവിധ വൈബ്രേഷനും ഇല്ല. എന്താ കാര്യം? ഇത് വളരെ താൻ ഈശോ 12 വയസ്സുള്ളപ്പോൾ തന്നെ ഹൃദയം സംഗ്രഹിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി പോന്നിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ മറ്റൊരു ഹൃദയ സംഗ്രഹമായിട്ട് അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം തുടരുകയാണ്. അത് പിന്നീട് അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിൽ അവരെ ശക്തിപ്പെടുത്താൻ വേണ്ടി അമ്മ ഉപയോഗിക്കും. അപ്പോസ്തലന്മാർ ഒരിക്കലും ഈ അമ്മയെക്കുറിച്ച് പറയാന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോസ്തലന്മാർ എങ്ങനെ അമ്മയെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഈശോയുടെ പ്രഭ മങ്ങിപ്പോയാലും ഒരു സംശയമില്ല. കാര്യം ഈ വിഷയങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് ഏറ്റെടുക്കുന്നതും ആ ദൗത്യം പൂർത്തിയാക്കണതെല്ലാം അമ്മയാണ്. അപ്പം അമ്മയെക്കുറിച്ച് ഇവരെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ജനം അമ്മയുടെ പുറകെ പോവുകയാണ്. അല്ലാതെ തന്നെ ഇപ്പം അമ്മയെ സ്നേഹിക്കുന്ന ആൾക്കാർ ചിലരൊക്കെ എങ്കിലും ഈശോനെ അമ്മയെ വേറെ റാങ്കിലാണ് കാണുന്നത്. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. പക്ഷേ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിന് ഏറ്റവും പറ്റിയ ആൾ അമ്മയാണ്. അമ്മയിലൂടെയാണ് ഈശോയിലേക്ക് നമ്മൾ പോണതും ദൈവത്തിൻ്റെ പിതാവിൻ്റെ പദ്ധതികളിലേക്ക് പോണതെല്ലാം. അതിനെല്ലാം നമുക്ക് ഒരു മാതൃകയും അതുപോലെ തന്നെ ഒരു ഗാർഡിയനും പിന്നെ എന്താണ് പറയുന്നത്, ഒരു കമാൻഡോ ഓപ്പറേറ്ററാണ്. കാര്യം അവരാണല്ലോ ആദ്യം ഇതിനെല്ലാം മുന്നോട്ട് പോയത്. അപ്പം ഒരു മരിയനൊരു കമാൻഡറസ് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ. കാര്യം നമുക്ക് ഈശോയെ ജയിക്കാൻ ഒരു ഗുരുവും മധ്യസ്ഥയുമാണ്. ഗുരുനാഥയും മധ്യസ്ഥയും പരിശുദ്ധമ്മ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.